السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وآله وأصحابه. مختصر 7. فجاء بحمد الله كما يروي النواظر. അങ്ങനെ അല്ലാഹുവിനെ സ്തുതിക്കലോടൊപ്പം ആ ശറഹ് വരികയും ചെയ്തു. അത്ഭുതകരമായിട്ടാണ് ആ ശറഹ് വന്നിട്ടുള്ളത്. കമാ യുർവിഖുൻ നവാളിറ, നാദിരീങ്ങളെ അത് അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിലായിട്ടാണ് ആ ശറഹ് വന്നത്. വയജ്ലു സ്വദ്അൽ അദ്ഹാനി, ദിഹിനുകളിലുള്ള കറകളെ നീക്കിക്കളയുന്നതായ നിലയിലും ആ ശറഹ് വന്നു. വയർഹഫുൽ ബസായിറ, അല്ലെങ്കിൽ യുർഹിഫുൽ ബസായിറ, അകങ്കാഴ്ചകളെ മൂർച്ച കൂട്ടുന്നതായിട്ടും ആ ശറഹ് വന്നു. വയുളീഉ അൽബാബ അർബാബിൽ ബയാൻ, ബയാൻ ഉടയവരുടെ ബുദ്ധികളെ പ്രകാശിപ്പിക്കുന്നതായ നിലയിലും ആ ശറഹ് വന്നു. അൽഹംദുലില്ലാഹ്. വമിനല്ലാഹി തൗഫീഖു വൽ ഹിദായ വഅലൈഹി തവക്കുലു ഫിൽ ബിദായത്തി വന്നിഹായ വഹുവ ഹസ്ബി വനിഅമൽ വക്കീൽ. ഈ വഹുവ ഹസ്ബി വനിഅമൽ വക്കീൽ അതൊരു വലിയ ദിക്റാണ്. ബഹുമാനപ്പെട്ട സാദുലി റളിയല്ലാഹു അൻഹുവിന്റെ സിർറുൽ ജലീൽ എന്ന കിതാബിലൊക്കെ അതിന് ഒരുപാട് അനേകായിരം പൗരുഷകൾ പറഞ്ഞിട്ടുണ്ട്. പ്രധാനപ്പെട്ടത് എന്താണ്? സാമ്പത്തികമായ ഞെരുക്കമുള്ളവർക്ക് ഈ ദിക്ർ ചൊല്ലിയാൽ പല ഫായിദകളും അതിൽ നിന്നെല്ലാം ഒരു കശ്ഫ്, ഒരു ബുദ്ധിമുട്ട് നീക്കിത്തരും എന്നെല്ലാം ഉണ്ട്. അത് മറ്റൊരു ചർച്ചയായതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. ഇൻഷാ അല്ലാഹ്. ഇവിടെ ഈ ദിക്ർ ബഹുമാനപ്പെട്ട ശാരിഹ് റഹ്മത്തുള്ളാഹി അലൈഹി ശറഹുൽ അഖായിദിന്റെ തുടക്കത്തിലും കൊണ്ടുവന്നിട്ടുണ്ട്. വഹുവ ഹസ്ബി വനിഅമൽ വക്കീൽ എന്ന ദിക്ർ. അവിടെ ഖയാലിയില് ഈ വഹുവ ഹസ്ബി വനിഅമൽ വക്കീൽ ശാരിഹ് റഹിമഹുല്ലാ മുഖ്തസറിലും ശറഹുൽ അഖായിദിലും വാവ് കൊണ്ട് അത്ഫ് ചെയ്താണ് പറഞ്ഞിട്ടുള്ളത്. ഖയാലി അവിടെ ഈ കൗലിനെ എടുത്തുദ്ധരിക്കുന്നു. റദ്ദ ശാരിഹു ഫി ബഅലി കുതുബിഹി ഹാദൽ അത്ഫ ബിഅന്നൽ ജുംലത സാനിയത ഇൻശാഇയ്യത്തുൻ ഫലാ തുഅതഫു അലൽ ഊലൽ ഇഖ്ബാരിയത്തി എന്നാണ് ഖയാലിയിൽ ശാരിഹ് റഹിമഹുല്ലാഹു പറഞ്ഞതായിട്ട് എഴുതിയിട്ടുള്ളത്. എന്താണ് അതിൽ പറഞ്ഞ താല്പര്യം? ഈ ശാരിഹ് റഹിമഹുല്ലാ റദ്ദ് ചെയ്തു. ഫി ബഅലി കുതുബിഹി, തന്റെ ചില കിതാബിൽ ഈ അത്ഫിനെ വനിഅമൽ വക്കീലു എന്ന നിഅമൽ വക്കീലുനെ വഹുവ ഹസ്ബി എന്നതിന്റെ മേൽ അത്ഫ് ചെയ്യലിനെ റദ്ദ് ചെയ്തിട്ടുണ്ട് തഫ്താസാനി റഹ്മത്തുള്ളാഹി അലൈഹി. അതിന് കാരണം പറഞ്ഞിട്ടുള്ളത് ബിഅന്നൽ ജുംലത സാനിയത ഇൻശാഇയ്യത്തുൻ ഫലാ തുഅതഫു അലൽ ഊലൽ ഇഖ്ബാരിയത്തി. രണ്ടാമത്തെ ജുംല ഇൻശാഇയ്യായ ജുംലയാണ്. അപ്പോൾ ഇഖ്ബാരിയായ ഒന്നാമത്തെ ജുംലയുടെ മേൽ അത്ഫ് ചെയ്യപ്പെടൂല എന്നാണ് ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് മുഖ്തസറിൽ കാന തൽഖീസിൽ ഫഇൻ കാന ബൈനഹുമാ ഐ ബൈനൽ ജുംലത്തൈനി, രണ്ട് ജുംലന്റെ ഇടയിൽ കമാലുൽ ഇൻഖിത്താഇ ബിലാ ഈഹാമിൻ ഔ കമാലുൽ ഇത്തിസാലി ഔ ശിബ്ഹു അഹദിഹിമാ, അല്ലെങ്കിൽ ശിബ്ഹ് കമാലുൽ ഇത്തിസാലോ ശിബ്ഹ് കമാലുൽ ഇൻഖിത്താവോ ഉണ്ടായാൽ അവിടെ അത്ഫ് ചെയ്യുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. തൽഖീസിന്റെ മത്തിന് പിന്നീട് വസില് ഫസിലിന്റെ ബാബിൽ അത് വരുന്നുണ്ട്. അവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? രണ്ട് ജുംലന്റെ ഇടയിൽ ഉണ്ടായാൽ കമാലുൽ ഇൻഖിത്താഇ ബിലാ ഈഹാമിൻ, ഈഹാമില്ലാതെ കമാലുൽ ഇൻഖിത്താഇ, അതായത് ഫസിലില് മഖ്സൂദിന്റെ എതിരിനെ
തോന്നിപ്പിക്കുന്ന വല്ലതും ഉണ്ടായാൽ അവിടെ എന്താണ് അത്ഫ് ചെയ്യേണ്ടി വരും. അത്ഫിനെ ഒഴിവാക്കിയതുകൊണ്ട് മഖ്സൂദിന്റെ എതിര് തോന്നിപ്പിക്കൽ ഉണ്ടായാൽ അവിടെ അത്ഫ് ചെയ്യേണ്ടി വരും. മുസ്ലിമാണ്. അവ ഈഹാമില്ലാതെ കമാലുൽ ഇൻഖിത്താഇ അല്ലെങ്കിൽ കമാലുൽ ഇത്തിസാല് രണ്ട് ജുംലന്റെ ഇടയിൽ ഉണ്ടായാൽ ഔ ശിബ്ഹു അഹദിഹിമ അല്ലെങ്കിൽ രണ്ടാലൊന്നിന്റെ ശബഹുണ്ടായാൽ ഫകദാലിക യതഅയ്യനുൽ ഫസ്ലു. അപ്പൊ അമ്മാ കമാലുൽ ഇൻഖിത്താഇ ബൈനൽ ജുംലത്തൈനി ഫലിഖ്തിലാഫിഹിമാ ഖബറൻ വ ഇൻശാഅൻ ലഫ്ളൻ വ മൈനൻ. രണ്ട് ജുംലന്റെ ഇടയിൽ കമാലുൽ ഇൻഖിത്താഉ ഉണ്ടാകുന്നത് രണ്ട് ജുംലയും ഖബറൻ വ ഇൻശാഅൻ ലഫ്ളൻ വ മൈനൻ, ലഫ്ളിലും മൈനയിലും ഖബറാലും ഇൻശാഇനാലും എതിരായതിനു വേണ്ടി കമാലുൽ ഇൻഖിത്താഉ ഉണ്ടാകും. അതെങ്ങനെ? ബിഅൻ തകൂന യഹിദാഹുമാ ഖബറൻ ലഫ്ളൻ വ മൈനൻ. ഒന്നെന്താണ് ലഫ്ളിലും മൈനയിലും എന്താവുക? ഖബറാവുക. വല്ലുഹറ ഇൻശാഅൻ ലഫ്ളൻ വ മൈനൻ. അപ്പോഴാണ് കമാലുൽ ഇൻഖിത്താഉ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഔ മൈനൻ ഫഖത്ത്, മൈനയിൽ മാത്രം എതിരാവുക. ലഫ്ളിൽ രണ്ടും ഇൻശാ ആവട്ടെ അല്ലെങ്കിൽ ഖബറാവട്ടെ. അപ്പൊ മാനദണ്ഡം ഇവിടെയാണ്. മൈനയിൽ എതിരുണ്ടോ ഇല്ലേ എന്നതാണ് ഇവിടുത്തെ ബിദ്അത്ത് മഖ്സൂദ്. മൈനയിൽ ബിഅൻ തകൂന യഹ്ദാഹുമാ ഖബറൻ മൈനൻ വല്ലുഹറ ഇൻശാഅൻ മൈനൻ വ ഇൻ കാനത്താ ഖബരിയത്തൈനി ഔ ഇൻശാഇയ്യത്തൈനി ലഫ്ളൻ നഹ്വു മാത ഫുലാനുൻ റഹിമഹുല്ലാഹ്. അവിടെ മാത ഫുലാനുൻ റഹിമഹുല്ലാഹ് രണ്ടും ഖബറാണ്. പക്ഷേ ഒന്ന് ദുആ ആണ്, ഇൻഷാ ആണ്, മറ്റൊന്ന് ഖബറാണ്. ഇങ്ങനെ കമാലുൽ ഇൻഖിത്താ ഉണ്ടായാൽ അത്ഫ് പറ്റുകയില്ല എന്ന് തൽഖീസിൽ പിന്നീട് വരുന്നുണ്ട്. അതടിസ്ഥാനത്തിൽ ശാരിഹ് റഹിമഹുല്ലാഹ് ഇവിടെ ന്യായം പറയുന്നത് ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്നതിന്റെ മേൽ അത്ഫ് ചെയ്യൽ, അതിനെ ശാരിഹ് തങ്ങൾ റദ്ദ് ചെയ്തിട്ടുണ്ട്. മുഖ്തസറിൽ അത്ഫ് ചെയ്തും കൊണ്ടാണ് ശാരിഹ് റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുള്ളത്. വഹുവ ഹസ്ബി വ നിഅമൽ വക്കീൽ. ശറഹുൽ അഖായിദയിലും അങ്ങനെ തന്നെ അത്ഫോട് കൂടിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ തദ്ശാരിഹു ഫീ ബഅദി കുതുബിഹി ഹാദൽ അത്ഫ ബിഅന്നൽ ജുംലത സാനിയത ഇൻശാഇയ്യത്തുൻ ഫലാ തുഅതഫു അലൽ ഊലൽ ഇഖ്ബാരിയ്യ. ഖബരിയായ ഒന്നാമത്തെ ജുംലയുടെ മേൽ അത്ഫ് ചെയ്യുകയില്ല. അതുപോലെ തന്നെ വഖദ അലാ ഹസിബി, ഹസിബി എന്നതിന്റെ മേലിലും അത്ഫ് പറ്റൂല. അതിങ്ങനെ ഹസ്ബിന്റെ മേൽ അത്ഫ് ചെയ്യല് ഇത് ഖയാലി പറയുന്നതാണ്. ബിഇത്തിബാരി തളമ്മുനിഹി മഅനാ യുഹസ്ബുനി, യുഹസ്ബുനി എന്നതിന്റെ അല്ലെങ്കിൽ യഹ്സുബുനി എന്നതിന്റെ മഅനാനെ അത് ഉൾക്കൊള്ളിക്കലിന് ഇത്തിബാർ ചെയ്യലുകൊണ്ട് ഹസ്ബി എന്നതിന്റെ മേലും അത്ഫ് പറ്റുകയില്ല. ലിഅന്നഹു ഖബറുൻ അയ്ളൻ, അതും എന്താണ്? ഖബറാണ്. അപ്പൊ ശാരിഹ് റഹിമഹുല്ലാഹ് പറയുന്നത് വഹുവ ഹസ്ബി ഖബറാണ്, വ നിഅമൽ വക്കീലു എന്നത് ഇൻശാഇയ്യായ ജുംലയാണ്. ഇവിടെ ഒന്ന് ഖബരിയും ഒന്ന് ഇൻശാഇയും ആണെന്ന് പറഞ്ഞതാണ് മനസ്സിലാവാത്തത്. കാരണം ഈ രണ്ട് ജുംലക്കും ഒരു ഖാരിജുണ്ട്. അല്ലാഹു തആല വഹുവ ഹസ്ബി എന്നത് എന്ന ആ വാക്കിന് ഒരു ഖാരിജുണ്ട്. ആ ഖാരിജിനോട് മുത്താബിക്കായ ഒരു കലാമാണ് വഹുവ ഹസ്ബി എന്നത്. വനിഅമൽ വക്കീലു എന്ന ജുംലക്കും എന്തുണ്ട്? ഒരു ഖാരിജുണ്ട്. ഇതുകൊണ്ട് നുത്തക്ക് ഉണ്ടായാലും ഇല്ലെങ്കിലും അല്ലാഹു തആല നിഅമൽ വക്കീൽ, അല്ലാഹു നല്ല വക്കീലാണ് എന്നത് വാക്കിനോട് ഒത്തതായ ഒരു കാര്യമാണ്. അതുമൊഴിഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ലഫ്ലിൽ രണ്ടും ഖബറാണ്. ഇനി മഅനയിലും രണ്ടും ഖബറാക്കുകയും ചെയ്യാം, ഇൻഷാ ആക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ്? അതുപോലെ തന്നെ വഹുവ ഹസ്ബി വ നിഅമൽ വക്കീൽ രണ്ടും എന്താക്കാം? തവക്കുലിനെ ഉദ്ദേശിക്കല് വഹുവ ഹസ്ബി വ നിഅമൽ വക്കീൽ രണ്ടും ഇൻശാഇയ്യായ ജുംലയുമാക്കാം. സംഗതി യഥാർത്ഥത്തിൽ വഹുവ ഹസ്ബി വ നിഅമൽ വക്കീൽ എന്നത് ലഫ്ളിൽ അതെന്ത് തന്നെയാണ്? ഒരു ഖബരിയ ജുംലയാണ്. രണ്ടും വക്കീല് നല്ലവൻ, വാക്കിനോട് ഒത്തതായ യഥാർത്ഥത്തിനോട് മുത്താബിക്കായ ഒരു കലാമാണത്. അതുമൊഴിഞ്ഞു ഒരു ഖാരിജ് ഈ രണ്ട് ജുംലക്കുമുണ്ട്. അപ്പൊ രണ്ടും എന്താണ്? ലഫ്ളിൽ ഖബറായിക്കോട്ടെ,
രണ്ടും എന്താണ് മഅനയിൽ ഇൻഷാവുമാകാമല്ലോ, അങ്ങനെ അത്ഫ് ചെയ്യാമല്ലോ. പിന്നെ ശാരിഹ് റഹിമഹുല്ല ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്നാണ് മനസ്സിലാകാത്തത്. ഉസ്താദുമാർ അതിനെ സംബന്ധിച്ച് പ്രതികരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. എന്നിട്ട് ഇവിടെ ഖയാലിയിൽ പറയുന്നു, വയരിദു അലൈഹി, ശാരിഹ് തബ്താസാനി തങ്ങൾ ശാരിഹ് റഹിമഹുല്ല എന്നവരുടെ മേൽ ഇഷ്കാല് വരും. ശാരിഹ് തങ്ങൾ വഹുവ ഹസ്ബി വനിമൽ വക്കീലു എന്നതിന്റെ അത്ഫിനെ റദ്ദ് ചെയ്തല്ലോ. റദ്ദ് ചെയ്യാൻ പറഞ്ഞ കാരണവും പറഞ്ഞു. അന്നൽ മുറാദ ബിൽ ജുംലത്തിൽ ഊല ഇൻഷാഉ തവക്കുലി, ഒന്നാം ജുംല കൊണ്ടുള്ള മുറാദ്, ഇത് വായിക്കുന്നത് ഖയാലിയാണ്. അന്നൽ മുറാദ ബിൽ ജുംലത്തിൽ ഊല ഇൻഷാഉ തവക്കുലി, ഒന്നാമത്തെ ജുംല കൊണ്ടുള്ള മുറാദ് തവക്കുലിനെ ഇൻഷാ ചെയ്യലാവാം. ലൽ ഇഖ്ബാറു അന്നു തആല ബി അന്നഹു കാഫിൻ, അല്ലാഹു കാഫിയാണെന്ന് അല്ലാഹുവിനെ തൊട്ട് ഖബർ പറയലല്ല. വഹുവ ലാഹിറുൻ, അപ്പോൾ രണ്ടും എന്തായി? ഇൻഷാഇയ്യായ ജുംലയാക്കാമല്ലോ. വഹുവ ഹസ്ബി എന്നതും ഇൻഷാഇയ്യായ ജുംലയായി. വനിമൽ വക്കീൽ എന്നത് ഇൻഷാഇയ്യായ ജുംലയാണെന്ന് ശാരിഹ് ആദ്യം തന്നെ സമ്മതിച്ചതുമാണ്. അപ്പോൾ അത്ഫിന് പ്രശ്നമില്ല എന്ന് ശാരിഹിന്റെ മേൽ ഒരു ഇഷ്കാല് വന്നിട്ടുണ്ട്. പിന്നെയും പറയുന്നു, അയ്ലൻ യജൂസു അൻ യുഅ്തബറ അത്ഫുൽ ഖിസ്സത്തി അലൽ ഖിസ്സത്തി ബിദൂനി മുലാഹദത്തിൽ ഇഖ്ബാരിയ്യത്തി വൽ ഇൻഷാഇയ്യത്തി. ഇവിടെ വീണ്ടും ഖയാലിയിൽ പറയുന്ന ശാരിഹ് തബ്താസാനി റഹിമഹുല്ല എന്നവരുടെ മേൽ റദ്ദായിട്ട്, തന്റെ റദ്ദിന് റദ്ദായിട്ട് പറയുകയാണ്, ഇവിടെ ഒരു കിസ്സന്റെ മേൽ അത്വ് ചെയ്യലിനെ ഇക്തിബാർ ചെയ്യപ്പെടൽ ജായിസാകും. ബിദൂനി മുലാഹദത്തിൽ ഇഖ്ബാരിയ്യത്തി വൽ ഇൻഷാഇയ്യത്തി, ഖബരിയ ജുംലയാണോ ഇൻഷാഇയ്യ ജുംലയാണോ എന്ന് മുലാഹല ചെയ്യൽ കൂടാതെ അങ്ങനെ ആയിക്കൂടെ? അങ്ങനെ ആകുമ്പോൾ അത്വ് ചെയ്യാമല്ലോ. പറഞ്ഞത് ശരിയാവാൻ വകുപ്പില്ല. കാരണം കിസ്സന്റെ മേൽ അത്വ് ചെയ്യലാണെങ്കിൽ ഏതൊരു ജുംല നമുക്ക് അത്വ് ചെയ്യാം, എല്ലാ ജുംല. അപ്പോ പിന്നെ ഇവിടെ ഖബരിയ ജുംല ഇൻഷാഇയ്യ ജുംല അത്വ് ചെയ്യാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടാകാൻ അസാധ്യമാണ്. കാരണം എല്ലാം കിസ്സന്റെ മേലാക്കിയാൽ മതി. കിസ്സ എന്ന് പറയണമെങ്കിൽ ഒരുപാട് ജുംലകൾ വേണം. ഒരു വിഷയം, അതിലൊരുപാട് കലാമുകൾ ഒരു വിഷയത്തിൽ, ഒരുപാട് കലാമുകൾ ജുംലകൾ മറ്റൊരു വിഷയത്തിൽ. ഇത് വഹുവ ഹസ്ബി, അതൊരു ഒറ്റ ജുംല മാത്രമാണ്. നിഅമൽ വക്കീലും ഒറ്റ ജുംല മാത്രമാണ്. അത് കിസ്സ എന്ന് പറഞ്ഞുകൂടാ. എന്താണാവോ ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത്, അല്ലാഹു അഅലം. പിന്നെ വറദ്ദഹു ബഅ്ദുൽ ഫുദലാഇ, ബഅ്ദുൽ ഫുദലാഇ ശാരിഹിനെ റദ്ദ് ചെയ്തത് മറ്റൊരു രൂപത്തിലാണ്. ശാരിഹ് പറഞ്ഞത് നിഅമൽ വക്കീലു എന്നതിനെ, പക്ഷെ ശാരിഹ് ഇവിടെ അത്ഫോടുകൂടെ പറഞ്ഞത് അതാണ്. ശാരിഹ് ഇവിടെ പറഞ്ഞത് അത്ഫോടുകൂടെയാണ്. അപ്പൊ അതിൽ നിന്ന് പിന്മാറിയിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ ഇത് പറയുന്നത് ലഫ്ദിയ ചർച്ചയായതുകൊണ്ട് പറയുകയാണ്. വറദ്ദഹു ബഅ്ദുൽ ഫുദലാഇ ഐദൻ ബിഅന്നഹു യജൂസു അൻ യുഖദ്ദറ മുബ്തദഉൻ ഫിൽ മഅ്തൂഫി, മഅ്തൂഫിൽ ഒരു മുബ്തദാനെ സങ്കൽപ്പിക്കാം. വഹുവ നിഅമൽ വക്കീൽ ബിഖരീനത്തിൽ മഅ്തൂഫി അലൈഹി ഐ വഹുവ നിഅമൽ വക്കീൽ. അപ്പൊ അങ്ങനെ വെക്കുമ്പോൾ ഫതകൂനു ഇഖ്ബാരിയത്തൻ കൽ ഊല, ഒന്നാമത്തെ ജുംല പോലെ രണ്ടാമത്തത് എന്താകും? ഇഖ്ബാരിയാകും എന്നാണ് ബഅ്ദുൽ ഫുദലാ. ഇവിടെയും നമുക്ക് ഇഷ്കാലുണ്ട്. അതിന്റെ ആവശ്യമില്ലല്ലോ. അല്ലാതെ തന്നെ ഈ നിഅമൽ വക്കീലു എന്നത് ഹുവ എന്നൊരു മുബ്തദാനെ സങ്കല്പിക്കാതെ തന്നെ അതിനൊരു ഖാരിജ് ഉണ്ടല്ലോ. ആ ഖാരിജ് ഉള്ളത് നുത്ക്ക് ഉണ്ടായാലും നിഅമൽ വക്കീലു എന്നൊരാളും ഒഴിഞ്ഞാലും മൊഴിഞ്ഞിട്ടില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല വക്കീല് തന്നെയാണ്. ഒരു ഖാരിജ് ഉണ്ട്. അതുപോലെ തന്നെ വഹുവ ഹസ്ബി എന്നതും യഥാർത്ഥത്തിൽ ഉള്ളതാണ്. അതുകൊണ്ട് നുത്ക്ക് വേണ്ട. രണ്ടിനും ഖാരിജിൽ ഉള്ളതുകൊണ്ട് ഖബരിയ ജുംല രണ്ടും ആക്കാം. പിന്നെയും ഖയാലി ഒരുപാട് പറയുന്നുണ്ട്. ഫതകൂനു ഇഖ്ബാരിയത്തൻ കൽ ഊല, ഒന്നാമത്തതുപോലെ ഇഖ്ബാരിയാകാം. സുമ്മക്കാല, പിന്നെ ഈ ബഅ്ദുൽ ഫുദലാ പറഞ്ഞു, യജൂസു അത്ഫുൽ ഇൻഷാഇ അലൽ ഇഖ്ബാരി ഫീമാ ലഹു മഹല്ലുൻ മിനൽ ഇറാബി, ഇഖ്ബാരിയായ ജുംലക്ക് ഇറാബിനാൽ മഹല്ലുണ്ടെങ്കിൽ അതിന്മേൽ ഇൻഷാഇയ്യ ജുംലനെ അത്ഫ് ചെയ്യാം. വയദുല്ലു അലൈഹി ഖത്അൻ ഖൗലുഹു തആല ഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്നിങ്ങനെ തുടങ്ങിയിട്ട്
ഒരുപാട് റദ്ദുകൾ ഷാരിഹിന്റെ മേലുണ്ടെങ്കിലും ആ റദ്ദുകളൊന്നും എല്ലാം അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. ഉസ്താദുമാര് ഖയാലി അവിടെ മുത്താലായി ചെയ്താൽ നന്നായിരിക്കും. ഏതായാലും ആവട്ടെ, വഹുവ ഹസ്ബി വനിഅമൽ വക്കീൽ എന്നാണ് ബഹുമാനപ്പെട്ട ഷാരിഹ് റഹിമഹുല്ലാഹ് മത്തിനു മുമ്പായി അവസാനിപ്പിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മത്തിനിന്റെ തുടക്കമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇവിടെയും ചർച്ചയുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖബരിയായ ജുംലയാണോ അതല്ല ഇൻഷാഇയായ ജുംലയാണോ എന്നത് ചർച്ചയാണ്. ഇവിടെ ദസൂക്കി പറയുന്നു, ഹാദിഹിൽ ജുംലത്തു, ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ എന്ന ദിക്ർ, അതിന് ഒരുപാട് ഫവായിദുകൾ ഉള്ളതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്കിനും കലിമത്തുകൾക്കും ഒരുപാട് ഫവായിദുകൾ ഉണ്ട്. അതൊക്കെ അതിന്റെ മക്കാമിലും മഹല്ലുകളിലും പറയുന്നതാണ്. ഇവിടെ നമ്മുടെ ചർച്ച ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ്. മത്തിനിന്റെ തുടക്കമാണ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ആദിഹിൽ ജുംലത്തു യസിഹു അൻ തകൂന ഖബരിയത്തൻ. ഇവിടെ ചർച്ച ഇതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖബരിയായ ജുംലയാണോ അതോ ഇൻഷാഇയായ ജുംലയാണോ? ഇതും ഖബരിയാവൽ സഹിയാകും ഇത്തിബാരി സദരിഹ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആ ജുംലന്റെ സദറിനെ ഇത്തിബാർ ചെയ്തിട്ട് വഹുവ ഉഅല്ലിഫു, അത് മഹ്ദൂഫാണ്. ഉഅല്ലിഫു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാരണം അല്ലാഹുവിന്റെ പേരിനോട് സഹായം ചോദിച്ചിട്ടും ആ പേരിനോട് സഹവസിച്ചിട്ടും അതിനോട് മുസാഹബത്ത് ചെയ്തിട്ടും ഞാൻ രചിക്കുന്നു എന്നാണ്. അപ്പൊ ഉഅല്ലിഫു എന്നതാണ് ഇതിന്റെ സദറി. ഇവിടെ രചന രചിക്കുന്നോടത്ത് ഓരോ മക്കാമിലും അതനുസരിച്ച് മുതഅല്ലിഖിനെ സങ്കല്പിക്കണം. കാരണം ഇത് ഖബരിയാണെന്ന് പറയാൻ കാരണം ദസൂഖി പറയുകയാണ്, ലിഅന്ന തഅലീഫ ലാ യതവഖഫു തഹഖഖുഹു ഫിൽ ഖാരിജി. ദസൂഖി 32-ാം പേജിൽ. തഅലീഫ് എന്നത് അത് ഖാരിജിൽ ഉണ്ടാകൽ തവഖുഫല്ല അലൻ നുത്ഖി ബിഹി. അതുകൊണ്ട് മൊഴിയലിന്റെ മേൽ മൊഴിഞ്ഞിട്ട് ഉണ്ടാകുന്നതല്ല ഈ തഅലീഫ്. അപ്പൊ മുഅല്ലിഫു എന്ന് പറയാതെ തന്നെ തഅലീഫ് ഉണ്ടാകും. അതുകൊണ്ട് അത് എന്താണ്? ഖബരിയ ജുംലയാണ്. ഒരു ഖാരിജ് അതിനുണ്ട്, മൊഴിഞ്ഞാലും മൊഴിഞ്ഞിട്ടില്ലെങ്കിലും എന്നാണ് ദസൂഖി പറയുന്നത്. ബൽ യജൂസു ഹുസൂലുഹു ഖാരിജൻ, ഈ തഅലീഫ് ഖാരിജിൽ ഉണ്ടാകൽ ജായിസാണ്. വയകൂനു ദാലിക ലഫ്ളു ഹിക്കായത്തൻ അമ്മാ തഹഖഖ ഫിൽ ഖാരിജി. മുഅല്ലിഫു എന്നുള്ളത് ഖാരിജിൽ തഹഖുഖായ ഒന്നിനെ തൊട്ട് ഹിക്കായത്താവാമല്ലോ. അപ്പോൾ ഇത് ഖബരിയ ജുംലയാണ്. കമാ ഹുവ സൈറുൽ ഖബരി സാദിഖി. സാദിഖായ ഖബറിന്റെ നിലപാട് അതാണ്. എന്ത്? ഖാരിജിൽ ഉള്ള കാര്യം എടുത്തു പറയുക. യഥാർത്ഥത്തിൽ സെയ്ദ് കായിമാണ്. അപ്പൊ ഒരാള് സെയ്ദും കായിമെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും സെയ്ദ് ഇവിടെ കായിമ് തന്നെയാണ്. അപ്പൊ ഖാരിജുണ്ട്. അത് ഒരാള് പറയുമ്പോൾ എന്തായി? വാക്കിനൊത്ത ഖാരിജിനോടൊത്ത കലാമായ ഖബറും സാദിഖായ ഖബറായി. അപ്പോൾ ഇവിടെ ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? ഫഇൻ ഖുൽത ഇന്ന കുല്ലം മിൻ മുസാഹബത്തിൽ ഇസ്മി വൽ ഇസ്തിആനത്തി ബിഹി മിൻ തത്തിമ്മത്തിൽ ഖബരി ലിഅന്നഹു ഖൈദുൻ മുനാഹലുൻ ഫീഹി വൽ ഖൈദു മഹത്തുൽ ഖസ്ദി നഫിയൻ വ ഇസ്ബാതൻ. ഏത്? ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിനോട് ഈ മുഅല്ലിഫു ഈ തഅലീഫ് ചെയ്യുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലൽ. അപ്പൊ ആ ബിസ്മി ചൊല്ലല്, ആ ബിസ്മിയോട് സഹായത്തെ ചോദിക്കലും അത് ഖബറിന്റെ തത്തിമ്മത്തിൽപ്പെട്ടതാണല്ലോ. കാരണം അത് ഖൈദാണ്. മുലാഹലും ഫീഹി, ഈ തഅലീഫിൽ മുലാഹല ചെയ്യപ്പെടേണ്ട, നോട്ടം ചെയ്യപ്പെടേണ്ട, സൂക്ഷിക്കപ്പെടേണ്ട ഖൈദാണല്ലോ ഖസ്ദിന്റെ മഹത്ത് നഫിയും വൈസ്ബാത്തൻ. അങ്ങനെ വെക്കുമ്പോൾ വഹീനൈദിൻ ഫമുഖ്തലല്ലാഹിരി അയ്യുൽതഫത്തലിൽ ഖൈദി, ഖൈദിലേക്ക് ഇൽത്തിഫാത്ത് ചെയ്യലാണല്ലോ. ഖൈദ് എന്താവോ? ഹുവ മുസ്തഈനൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലലാണ് ഖൈദ്. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
എന്ന അജ്സിലേക്ക് നോക്കിയിട്ട് ഇത് ഇൻഷാഇയ്യ ജുംലയല്ല. കാരണം വലാ ശക്ക അന്നൽ ഇസ്തിആനത്ത യതവഖഫു ഹുസൂലുഹാ അലാ നുത്ഖി ബിഹി. ഇസ്തിആനത്ത് ഒരാളോട് അല്ലെങ്കിൽ ഒരു അല്ലാഹുവിന്റെ ഇസ്മിനോട് സഹായം ചോദിക്കൽ, അതിന്റെ ഹുസൂല്, ആ ഇസ്തിആനത്തിന്റെ ഹുസൂല് തവക്കുഫാണ് അലാ നുത്ഖി ബിഹി. അതുകൊണ്ട് മൊഴിയലിന്റെ മേൽ എന്താണ്? തവക്കുഫാണ്. അപ്പൊ മൊഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഇസ്തിആനത്ത്. അതുകൊണ്ട് അത് ഇൻഷാഇയ്യാണ്. ഇദ്രിബുഹു, ഒരാളോട് പറഞ്ഞു ഇദ്രിബ്, നീ അടിക്ക്. ഇദ്രിബ് എന്ന വാക്കുകൊണ്ട് ഉണ്ടായിത്തീരുന്ന ഒരു കാര്യമാണ് അവനോട്, ഇവനെ മുഖാത്തബിനോട് മറ്റവൻ അടിക്കാൻ പറയൽ. അതുകൊണ്ടെന്നാണ് അത് ഇൻഷാഇയ്യ ജുംലയാണ്. വഹീനൈദിൻ തക്കൂനുൽ ജുംലത്തു ഇൻഷാഇയ്യത്തൻ. ഖൈദിലേക്ക് നോക്കുമ്പോൾ ഖൈദ് ഇൻഷാഇയ്യ ആയതുകൊണ്ട്, ഖൈദാണല്ലോ ഖസ്ദിന്റെ മഹത്ത്, അപ്പോൾ ഇൻഷാഇയ്യ ജുംലയാവണ്ടേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതാണുള്ള വിഷയം. അതിലേക്ക് നോക്കിയിട്ട് ഈ ഇതിന്റെ മുത്തഅല്ലഖടക്കം ഇൻഷാഇയ്യ ജുംലയാവണ്ടേ. ഇതിനൊക്കെ ഒരുപാട് മറുപടികൾ ഇതിൽ അതിന്റെ ശേഷം എന്തായിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിനൊരു മറുപടി നസൂക്കി പറയുന്നത് നോക്കാം. ഉജീബ ബിഅന്നഹുമാ വഇൻ കാനാ മിൻ തത്തിമ്മത്തിൽ ഖബരി. രചനയോടൊപ്പം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൊണ്ടുവരലും ആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിനോട് സഹായം ചോദിക്കലും, അത് രണ്ടും വഇൻ കാനാ മിൻ തത്തിമ്മത്തിൽ ഖബരി, ഖബറിന്റെ തത്തിമ്മത്തിൽ പെട്ടതാണെങ്കിലും, ലാകിന്നഹുമാ ആ മുസാഹബത്തും ഇസ്തിആനത്തും ലൈസ ബിജുസ്ഐനി മിന്നു മുഅല്ലിഫു എന്നതിൽപ്പെട്ട രണ്ട് ജുസ് അല്ല. അപ്പൊ പ്രധാന ഘടകമല്ല. ബൽ മിൻ മുതഅല്ലഖാതിഹി, അല്ലെങ്കിൽ മുതഅല്ലിഖാതിഹി അൽ ഖാരിജത്തി അൻ ഹഖീഖത്തിഹി. ഖബറിന്റെ ഹഖീഖത്തിനെയും വിട്ടു പുറത്തുള്ള മുതഅല്ലഖാത്തുകളിൽ പെട്ടതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത്. വഖൈദുൻ ഫീഹി, അതിൽ ഖൈദുമാണ്. അപ്പോൾ ഖബറിന്റെ പ്രധാന ഘടകമല്ലാത്തതുകൊണ്ട് അതിനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഹദീസിലേക്ക് നോക്കിയിട്ട് ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ജുംലയെ ഇൻഷാഇയ്യാക്കാൻ വകുപ്പില്ല. അത് ഖബരിയായ ജുംല തന്നെയാണ്. എന്നിട്ട് പിന്നെയും പറയുന്നു, വഇൻ തവഖഫ മദ്മൂനുൽ ഖബരി, ഖബറിന്റെ മദ്മൂന് ആദർശം, ആകത്തുക തവഖുഫായാലും ശരി, ഏത് ഉഅല്ലിഫു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അഥവാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എങ്ങനത്തെ ഖബർ? അൽ മത്ലൂബി, ആ ഖബർ മത്ലൂബാണ്. കാരണം കുല്ലു അംരിൻ ദീബാലി, ഏതൊരു നല്ല കാര്യവും ചെയ്യുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണമെന്ന് ഹദീസിൽ വന്നിട്ടുള്ളതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലൽ എന്താണ്? അത് ശർഅ് തലബ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിനെ കൊണ്ടുവരല്. ഹദീസുണ്ടല്ലോ, കുല്ലു അംരിൻ ദീബാലിൻ ലാ യുബ്ദഉ ഫീഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഹുവ അക്തഉ ഐ ഖലീലുൽ ബറകത്തി. അപ്പൊ ഈ ഖബർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഒന്നായിട്ട് ഖബരിയാ ജുംലയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇത് ശറഇൽ മത്ലൂബാണ്. ശറഇൽ മത്ലൂബായ ഈ ഖബറിന്റെ മദ്മൂന് തവഖുഫാണെങ്കിലും, ശറഇൽ അത് തവഖുഫാണെങ്കിലും, അലൈഹിമാ ഈ മുസാഹബത്ത് ഇസ്തിആനത്തിന്റെ മേലിൽ. അപ്പൊ ശറഇൽ അതെന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയാലേ എന്താണ് ഇത് യഥാർത്ഥ ശറഇൽ ഒരു രചന നടത്തി എന്ന് ശറഇന്റെ ഭാഷയിൽ പറയുള്ളൂ. എന്നാലും അതെന്തല്ല, ഘടകമല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഖബറിന്റെ ജുസ് അല്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലൽ അതിന്റെ മേൽ എന്താണ്? ഈ തഅലീഫിന്റെ മദ്മൂന് ശറഇൽ എന്താണ്? തവഖുഫാണ്. എങ്കിലും അത് ഖബറിന്റെ ജുസ് അല്ല. ഇല്ല അന്ന ദാലിക തവഖുഫ ലാ യഖ്തലിൽ ജുസ്ഇയ്യത്ത. ആ തവഖുഫ്, ഈ തഅലീഫ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്റെ മേൽ തവഖുഫാകൽ ലാ യഖ്തലിൽ ജുസ്ഇയ്യത്ത, മുഅല്ലിഫു എന്ന ഖബറിന്റെ ഒരു ജുസ് ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതിന്റെ ഒരു ജുസ്ഇൽ പെട്ടത് ആവുകയില്ല. അതതിന്റെ ഖൈദ് മാത്രമാണ്.
ഏതുപോലെ തവക്കുഫി അലൽ ഹാലി ഖബരിയ ജുംല ഹാലിന്റെ മേൽ തവക്കുഫാകും പോലെ കാമു കുസാല ഈ കുസാല എന്നത് മടിയന്മാരായിട്ട് അവർ നിന്നു. കാമു എന്നുള്ളത് ഖബരിയ ജുംലയാണ്, അത് ഹാലിന്റെ മേൽ തവക്കുഫായി. അതുകൊണ്ട് ഹാല് എന്നല്ല കാമു എന്നതിന്റെ മുസ്നദിലും മുസ്നദിയിലും പെട്ടതല്ല എന്നതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മുഅല്ലിഫ് എന്ന ആ ഖബരിയ ജുംലന്റെ ഉള്ളിൽപ്പെട്ടതല്ല, അതിന്റെ കൈത് മാത്രമാണ് എന്ന് സാരം. പിന്നെ പല ഒരുപാട് ഇഷ്കാലുകൾ ഇവിടെ പിന്നെയുണ്ട്. വൽ ഹാസിലു അന്നൽ ഖുയൂദ വഇൻ കാനത്ത് മഹല്ലൽ ലിഖസ്ദി. അതാ ഈ കൈതുകള് കലാമിൽക്ക് അസ്ല് മുറാദിനെ വീട്ടുന്ന ലഫ്ദിലേക്ക് കൈതുകൾ വന്നാൽ ലാക്കിന്നഹ വഇൻ കാനത്ത് മഹല്ലൽ ലിഖസ്ദി, അത് ഖസ്ദിന്റെ മഹല്ലാണെങ്കിലും ലാക്കിന്നഹ ലാ തഖ്റുജു അൻ കൗനിഹാ ഫളിലാത്തിൻ, അതൊക്കെ ഫളിലകൾ ആവലിനെ തൊട്ട് പുറപ്പെടുകയില്ല. വല്ലദീ യൂസഫു ബിൽ ഖബരി വൽ ഇൻശാഇ, ഖബർ ഇൻശാ കൊണ്ട് വസ്ഫ് പറയപ്പെടുന്നത് ഇന്നമാ ഹുവൽ ഉംദത്തു, അത് ഉംദയാവണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫളിലയാണ്. ഏത് കലാമിലേക്ക് നോക്കുമ്പോൾ അത് ഫളിലയാണ് എന്ന്. അതുകൊണ്ട് അത് എന്നല്ല ഈ ഖബറിന്റെ ജുസ്ഇൽപ്പെട്ടതല്ല. ഖബറിന് തീരുമാനിക്കണമെങ്കിൽ ആ ഖബറിലുള്ള കലാമുകൾ എന്താവണം? ഉംദത്താവണം. മുതഅല്ലഖുകളെ ഉംദയിൽപ്പെടുത്തുകയില്ല, അത് ഫളിലകളാണ്. ലിഅന്നഹാ റുക്നുൽ ഇസ്നാദി, ലിഅന്നഹാ റുക്നുൽ ഇസ്നാദി വൽ മഖ്സൂദ് ബിദ്ദാത്തി ഇന്നമാ ഹുവൽ മുസ്നദു വൽ മുസ്നദു ഇലൈഹി. കാരണം ഉംദ എന്നുള്ളതാണ് ഇസ്നാദിന്റെ രണ്ട് റുക്ന്. വൽ മഖ്സൂദ് ബിദ്ദാത്തി ഇന്നമാ ഹുവൽ മുസ്നദു വൽ മുസ്നദു ഇലൈഹിയാണ്. ലാക്കിൻ അങ്ങനെ വെക്കുമ്പോൾ യരിദു അലാ ഹാദ, ഇതിന്റെ മേൽ ദസൂക്കിയാണ് വായിക്കുന്നത്. ലാക്കിൻ യരിദു അലാ ഹാദ മത്ത ലറബുത്ത. അവിടെ എന്താ പ്രശ്നം? ലറബുത്ത എന്ന ഖബരിയായ ജുംലയെ മത്ത എന്ന ഫളിലയായ മത്ത കടന്നപ്പോൾ, മത്ത ഫളിലയാണ്, അതിനെ മത്ത ലറബത്തിന് ജുംലയെ ഖബരിയ ജുംല ഇൻശായിയാക്കി മാറ്റി. അപ്പോൾ മത്ത എന്നതാണ് ഇവിടെ ലറബുത്ത എന്ന ഖബരിയ ജുംല ഇൻശായിയാക്കി മാറ്റിയത്. അവിടെ ഈ പറഞ്ഞത് മാഅന്ന കണ്ടോ? ലാക്കിൻ യരിദു അലാ ഹാദാ മത്ത ലറബുത്ത ഫഇന്നഹ, ഈ മത്ത ലറബുത്ത ജുംലത്തുൻ ഇൻശായിയത്തുൻ, അത് ഇൻശായിയ ജുംലയാണല്ലോ. മഅന്ന അദാത്തൽ ഇസ്തിഫ്ഹാമി ഫളിലത്തുൻ, മത്ത എന്ന ഇസ്തിഫ്ഹാമിന്റെ അദാത്ത് ഫളിലയാവലോടുകൂടെ മത്തയാണല്ലോ അതിനെ ഇൻശായിയ ജുംലയാക്കിയത്. വഹീനഇദിൻ ഫലാ യസ്ഉ അൻ യുഖാല, പറയപ്പെടാൻ പറ്റുകയില്ലല്ലോ എന്ത്? ഇന്നല്ലദി യൂസഫു ബിൽ ഖബരി, ഖബർ കൊണ്ട് വസ്ഫ് പറയപ്പെടുന്നത് വൽ ഇൻശായി വൽ ഉംദത്തു, എന്ന് പറയാൻ പറ്റൂലല്ലോ. കാരണം ഇവിടെ മത്ത എന്ന ഇസ്തിഫാമിന്റെ അദാത്ത് ഫളിലയാകലോടുകൂടെ ആ മത്ത ഖബരിയ ജുംലനെ ഇൻശായിയാക്കി മാറ്റി. അതൊരു ഇസ്കാലാണ്. അങ്ങനെയാകുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഇൻശായിയായ ഈ കലാമിന് മുഅല്ലിഫു എന്നതിനെ ഇൻശായിയാക്കി മാറ്റിക്കൂടെ എന്നാണ് ചോദ്യം. ലറബുത്ത എന്നതിനെ മത്ത ഇൻശായിയ ജുംലയാക്കിയതുപോലെ ഉജീബ, അതിന് മറുപടി ബി അന്ന മഹല്ല കൗനിൽ ഫളിലാത്തി ലാ യുൻദറു ഇലൈഹാ, ഫളിലാത്ത് ഫളിലകളിലേക്ക് നളർ ചെയ്യപ്പെടുകയില്ല എന്ന് പറഞ്ഞത് മാലയക്കുല്ലഹാ തഅ്സീറുൻ, ആ ഫളിലകൾക്ക് ഒരു തഅ്സീർ ഇല്ലെങ്കിലാ. മത്ത ഇവിടെ മുഅസ്സിറായി. മത്തയാകുന്നത് അസ്സറത്ത് ഫിൽ ജുംലത്തിൽ ഇൻശായിയത്തി, ഇൻശായിയ ജുംലയിൽ തഅ്സീർ ചെയ്തിട്ടുണ്ട്. ലികൗനിഹ അരീഖത്തൻ ബിൽ ഇസ്തിഫാമി, ഇസ്തിഫാമിൽ അത് അതിന്റെ അടിത്തറയായതിനു വേണ്ടി അത് എന്തായിട്ടുണ്ട്? ഇൻശായിയ ജുംലയിൽ അസ്ർ ചെയ്തിട്ടുണ്ട്. എങ്ങനത്തെ ഇസ്തിഫാം? അൽ മുനാഫി ലിൽ ഖബരി കേട്ടോ. ബിഖിലാഫിൽ ഇസ്തിആനത്തി, സഹായത്തെ ചോദിക്കലിനെതിരെ. മസലൻ ഫഇന്നഹാ ലാ തുനാഫിൽ ഇഖ്ബാറ ബിത്തഅലീഫി, തഅലീഫ് കൊണ്ടുള്ള ഇഖ്ബാറിനോട് അത് മുനാഫിയല്ല ഇസ്തിആനത്ത്.
ഇങ്ങനെ ദസൂക്കിയിൽ ഒരുപാട് ഉസ്താദുമാർ ഇനി മുക്താല ചെയ്താൽ മതി. ഉജീബ അൻ അസ്ലിൽ ഇഷ്കാലി ബിജവാബിൻ സാനി. അതെന്താ? ഓഹ അന്നൽ മഅഖൂദ മിൻ കലാമി മുഹഖിഖീന, മുഹഖിഖീങ്ങളുടെ കലാമിൽ നിന്ന് പിടിക്കപ്പെടുന്നത്, മനസ്സിലാക്കപ്പെടുന്നത്. അന്നൽ മുഅ്തബറ ഫീ ഇൻശാഇയ്യത്തിൽ കലാമി വ ഖബരിയ്യത്തിഹി, ഒരു കലാമ് ഇൻശാഇയാണോ ഖബരിയാണോ തീരുമാനിക്കൽ. ഇന്നമാ ഹുവ സദ്റുഹു, ആ കലാമിന്റെ സദ്ർ നോക്കിയിട്ടാണ്. ലാ അജ്സുഹു, അതിന്റെ അജ്സ് നോക്കിയിട്ടല്ല. വ ഇൻകാന ഉംദത്തൻ, അജ്സ് ഉംദയാണെങ്കിലും ശരി, അജ്സ് ഉംദയാണെങ്കിലും ശരി, സദ്ർ നോക്കിയിട്ടാണ് ഒരു കലാമ് ഖബരിയാണോ ഇൻശാഇയാണോ. അപ്പൊ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മുതഅല്ലിഖ് മുഅല്ലിഫ ആയതുകൊണ്ട് മുഅല്ലിഫ് എന്താണ്? അത് ഖബരിയ ജുംലയായതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖബരിയ ജുംലയായി. ഏതുപോലെ കമാഫി സയ്യിദുൻ ഇദ്രിബുഹു, സയ്യിദുൻ സയ്യിദാകുന്നത്, ഇദ്രിബുഹു നീ അവനെ അടിക്ക്. ഇവിടെ നോക്ക്, ഇത് ഫഖാലു ഇന്ന ഹാദിഹി ജുംലത്തുൻ ഖബരിയത്തുൻ നളറൻ ഇല സദ്രി, സയ്യിദിലേക്ക് നോക്കിയിട്ട് അത് മുബ്തദയാണ്. ഇദ്രിബുഹു ഫീലും വാവിൽ ഖബറാണ്. മാ അന്ന ഇദ്രിബുഹു ഇൻശാഉൻ വ ഉംദത്തുൻ. ഇവിടെ സയ്യിദുൽ ഇദ്രിബുഹു എന്ന് അവിടെ റഫഉം ചെയ്യാം നസ്ബും ചെയ്യാം. വഖ്തീറ നസ്ബുൻ ഖബല ഫിഇലിൻ ദി ത്വലബ് വബഅദ മാ ഇലാഉഹുൽ ഫിഇല ഗലബ്. ഇവിടെ നസ്ബ് മുഖ്താറായ സ്ഥലമാണ്. വഖ്തീറ നസ്ബുൻ ഖബല ഫിഇലിൻ ദി ത്വലബ് വബഅദ മാ ഇലാഉഹുൽ ഫിഇല ഗലബ്. കാരണം തലമുടിയ ഫീലിന്റെ മുമ്പിൽ നസ്ബ് ചെയ്യലാണ് മുഖ്താർ. നസ്ബ് ചെയ്യുമ്പോൾ ഇദ്രിബ് സയ്യിദൻ ഇദ്രിബുഹു എന്നാവും. അപ്പോൾ ഫീലിയ ജുംലയാവും, ഇൻശാഇയ ജുംലയാവും രണ്ടും. ഇവിടെ റഫഇ ചെയ്യുമ്പോൾ ഇവിടെ റഫഉം ചെയ്യാലോ, റാജിഹ് നസ്ബാണെങ്കിലും സയ്യിദുൻ ഇദ്രിബുഹു. ഏതുപോലെ ഇപ്പോൾ റാജിഹിനെതിരായിട്ട് ബൈത്ത് ദർസുകളിലൊക്കെ ബൈത്തുണ്ട്, അല്ലാഹ നഹ്മദുഹു. ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ റഫ് ആണ് മുഖ്താർ എന്നാ. എല്ലാ ബൈത്തിലും നസ്ബായിട്ടാണ് ചെല്ലുന്നത്, അത് വേറെ എന്തെങ്കിലും കസദുണ്ടാവും. പിന്നെ ഇവിടെ സയ്യിദുൻ ഇദ്രിബുഹു എന്ന് റഫഅ് രണ്ടാം മുഖ്താറിനെതിരായി വായിക്കുമ്പോൾ ഇത് ഖബരിയ ജുംലയായി. മാ അന്ന ഇദ്രിബുഹു ഇൻശാഉൻ വ ഉംദത്തുൻ. ഇദ്രിബുഹു എന്നത് ഇൻശാഉമാണ് ഉംദയുമാണ്. കണ്ടോ? അപ്പോൾ സദർ നോക്കിയിട്ടാണ് ഒരു കലാമ് ഖബരിയാണോ ഇൻശാഇയാണോ എന്ന് തീരുമാനിക്കൽ. അപ്പോ ഫകൈഫ ബിൽ അജ്സി ഹുനാ മാ കൗനിഹി ഗൈറ ഉംദത്തിൻ. അപ്പൊ ഇവിടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവിടെ ഗൈറു ഉംദത്ത് ആവലോടുകൂടെ എങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനിർ അജ്സ് നോക്കിയിട്ട് ഇത് ഇൻശാഇയാണെന്ന് തീരുമാനിക്കും എന്നാണ് ചോദ്യം. ഇനി പറയുന്നുണ്ട് അത് ഇൻശാഇയാവാം അജ്സിലേക്ക് നോക്കിയിട്ട് എന്നൊക്കെ ഇനി പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ദസൂക്കിയുടെ ഇനിയും അവിടെ ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട്. ഉസ്താദുമാർ മുത്താല ചെയ്താൽ മതി. നമ്മളെ വിഷയം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തുടക്കമാണ്. അൽഹംദു സർവസ്തുതിയും. ഇവിടെയും സംസാരമുണ്ട്. കണ്ടോ? ദസൂക്കി പറയുന്നു തർക്കുൽ അത്തിഫി വൽഹംദുലില്ലാഹി എന്ന് പറഞ്ഞില്ല. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി. പരിശുദ്ധ ഖുർആനിൽ അങ്ങനെയാണ്. അതേപോലെയാണ് എല്ലാവരും പറയാറുള്ളത്. എന്നാൽ അവിടെ ഒരു എന്തുകൊണ്ട് അവിടെ അത്തഫ് ചെയ്തില്ല എന്നൊരു ചോദ്യമുണ്ട്. അതിനാണ് ദസൂക്കി പറഞ്ഞത് തർക്കുൽ അത്തിഫി അലാ കൗനി ജുംലത്തിൽ ബസ്മലത്തി ഇൻശാഇയ്യത്തൻ വ ജുംലത്തിൽ ഹംദി ഖബരിയത്തൻ അവിൽ അക്സി ലാഹിറുൻ. ഇവിടെ അത്ഫിനെ തെർക്ക് ചെയ്യല് ബസ്മലത്തിന്റെ ജുംല ഇൻശാഇയാണെന്ന കൗലുകാരം. നമ്മൾ ഖബരിയാണെന്നാണ് സുബൂത്താക്കിയത്. ഇനി അജ്സ് നോക്കിയിട്ട് ഇൻശാഇയ ജുംലയും ആവാന്ന് ദസൂക്കിയിൽ പിന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ സങ്കല്പിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അവിടെ ദസൂക്കിയിൽ പറഞ്ഞിട്ടുണ്ട് ജുംലത്തുൽ ബസ്മലത്തി ഇൻശാഇയത്തൻ നളറൻ ലിൽ അജ്സി വഹുവൽ ഇസ്തിആനത്തു لأنه يتوقف على حصولها على النطق بها. ഇസ്തിആനത്ത് നുത്തുക്കോടുകൂടെ അതിന്റെ ഹുസൂല് ഉണ്ടാവുകയുള്ളൂ.
ഇസ്തിആനത്തിന്റെ ഹുസൂല് നുത്ഖുണ്ടായാലേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെയും കുറെ വിഷയങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് അതൊക്കെ ഉസ്താദുമാർ മുത്താല ചെയ്താൽ മനസ്സിലാവും. ഇവിടെ നോക്കുന്നത്, ഇവിടെ ദസൂക്കി പറയുന്നു അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. തർക്കുൽ അത്ഫി, എന്തുകൊണ്ട് വൽഹംദുലില്ലാഹി എന്ന് പറഞ്ഞില്ല? അതൊരു വിഷയമാണല്ലോ. എന്താണ് അവിടെ അത്ഫിനെ ഒഴിവാക്കാനുള്ള കാരണം? അത്ഫിനെ തെർക്ക് ചെയ്യൽ, അൽഹംദുലില്ലാഹി എന്ന് പറഞ്ഞു, എന്ത് പറഞ്ഞില്ല? വൽഹംദുലില്ലാഹി എന്ന് പറഞ്ഞില്ല. ബസ്മലത്തിന്റെ ജുംല ഇൻഷാഇയാണ് എന്ന് വെക്കുമ്പോൾ ജുംലത്തുൽ ഹംദ് ഹംദിന്റെ ജുംല ഖബരിയത്തുമാണ് എന്ന നിലക്കും അത്ഫിനെ തെർക്ക് ചെയ്യൽ. അപ്പൊ അൽഹംദുലില്ലാഹി ഖബരിയ ജുംലയാക്കുക. കാരണം അതിന് ഖാരിജുള്ളതാണല്ലോ. നമ്മൾ മൊയ്ഞ്ഞിട്ടില്ലെങ്കിലും ഹംദാർക്കുണ്ട്, അള്ളാഹുവിനുണ്ട്. ഒരു ഖാരിജുള്ളതാണ് അൽഹംദുലില്ലാഹി എന്ന് സങ്കല്പിക്കുക. ആ നിലക്കത് ഖബരിയാണ്. അബില്ലക്സി, അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ബസ്മലത്തിനെ ഖബരിയ ജുംലയാക്കുക, അൽഹംദുലില്ലാഹിനെ ഇൻഷാഇ ജുംലയാക്കുക. കാരണം അള്ളാഹുവിന് ഹംദുണ്ട് എന്ന് പറയലും എന്ത് തന്നെയാണ്? ഒരു ഹംദിനെ ഉണ്ടാക്കൽ തന്നെയാണ്. അങ്ങനെ ഒന്നിനെ ഈ ഇൻഷാഇയത്തും മറ്റൊന്നിനെ ഖബരിയത്തും ആക്കുമ്പോൾ തർക്കുൽ അത്ഫു ലാഹിറാണ്. കാരണം തൽഖീസിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, فإن كان بينهما أي بين الجملتين كمال الانقطاع بلا إيهام, ഈഹാമ കൂടാതെ രണ്ട് ജുംലന്റെ ഇടയിൽ കമാലുൽ ഇൻഖിതാഅ് ഔ കമാലുൽ ഇത്തിസാൽ, കമാലുൽ ഇത്തിസാൽ ഉണ്ടായാൽ, ഔ ശിബ്ഹു അഹദിഹിമാ, രണ്ടാളൊന്നിന്റെ ശിബ്ഹ് ഉണ്ടായാൽ, ഔ അമ്മാ കമാലുൽ ഇൻഖിതാഇ ബൈനൽ ജുംലത്തൈനി ഫലിഖ്തിലാഫിഹിമാ ഖബറൻ വ ഇൻഷാഅൻ ലഫ്ളൻ വ മഅനാ. അതാണ്. അല്ലെങ്കിൽ ഔ മഅനൻ ഫഖത്ത്, ചുരുങ്ങിയത് മഅനയിലെങ്കിലും വ്യത്യാസം ഉണ്ടാവുക, അതാണ് മാനദണ്ഡം. ലഫ്ളിൽ എന്തോ ആയിക്കോട്ടെ. ആ നിലക്ക് ഇവിടെ ഒന്നിനെ ഇൻഷാഇയും ഒന്നിനെ ഖബരിയുമാക്കുമ്പോൾ അത്ഫിനെ തെർക്ക് ചെയ്യൽ എന്താണ്? ലാഹിറാണെന്ന് ദസൂക്കി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലി അന്ന ബൈനഹുമാ ഹീനഇദിൻ കമാലുൽ ഇൻഖിതാഇ, ഇനി രണ്ടിനെയും ഖബരിയ ജുംലയും ആക്കാമല്ലോ. വഅമ്മ അല അന്നഹുമാ മുത്തഫിഖാനി ഫിൽ ഖബരിയ്യത്തി അവിൽ ഇൻഷാഇയ്യത്തി, രണ്ടും ഖബരിയത്തിൽ മുത്തഫിഖാൻ, രണ്ടും ഖബരിയ ജുംലയാക്കുക. അൽഹംദുലില്ലാഹി ഖബരിയ ജുംല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതിന്റെ സദർ നോക്കിയിട്ട് ഖബരിയ ജുംല. അപ്പൊ പിന്നെ എന്തിനാ അത്ഫിനെ ഒഴിവാക്കിയത്? അല്ലെങ്കിൽ രണ്ടാക്കാവിൽ ഇൻഷാഇയ്യത്തി, രണ്ടിനും ഇൻഷാഇ ജുംലയാക്കുക. ഫതർക്കുൽ അത്ഫി, അപ്പോൾ പിന്നെ അത്ഫിനെ ഒഴിവാക്കിയത് ഇശാറത്തുൻ ഇലാ അന്ന കുല്ലം മിനൽ ജുംലത്തൈനി മഖ്സൂദുൻ ബിദ്ദാത്തി വലൈസത്ത് ഇഹ്ദാഹുമാ താബിഅത്തൻ ലിൽ ഉഖറാന. അപ്പൊ രണ്ടും ഖബരിയായ വന്നോടത്തും അത്ഫിനെ ഒഴിവാക്കാം. രണ്ട് ജുംലയും ബിദ്ദാത്ത് മഖ്സൂദാണെങ്കിൽ, ബസ്മലത്തിന്റെ ജുംലയും ബിദ്ദാത്ത് മഖ്സൂദാണ്, ഹംദലത്തിന്റെ ജുംലയും ബിദ്ദാത്ത് മഖ്സൂദാണ്. ആ നിലക്കും കാരണം രണ്ടു ഹദീസുണ്ടല്ലോ, രണ്ട് വിഷയത്തെക്കുറിച്ചും ഹദീസുണ്ട്. എന്താണ് ഹദീസ്? കുല്ലു അംരിൻ ദിബാലിൻ ലാ യുബ്ദഉ ഫീഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫഹുവ അഖ്തഉ ഐ ഖലീലുൽ ബറക. മറ്റൊരു ഹദീസിൽ കുല്ലു അംരിൻ ദിബാലിൻ ലാ യുബ്ദഉ ഫീഹി ബി അൽഹംദുലില്ലാഹി ഫഹുവ അഖ്തഉ. അവ രണ്ടും ബിദ്ദാത്ത് മഖ്സൂദാണ്. ആ നിലക്കും അത്ഫിനെ ഒഴിവാക്കാം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്. അല അൽഹംദു ഹുവ അസ്സനാഉ ബില്ലിസാനി, നാവ് കൊണ്ട് പുകഴ്ത്തി പറയലാണ്. നാവ് കൊണ്ട് പുകഴ്ത്തി പറയുക, ഇതാണ് ഹംദ്. അല ഖസ്ദി തഅമീമി, ആരെയാണോ ഹംദ് ചെയ്യുന്നത് ആ മഹ്മൂദിനെ ബഹുമാനിക്കൽ എന്ന കസുദോട് കൂടെ. അപ്പൊ ആ കസുദില്ലാതെ ഒരാളെ സ്തുതിച്ചാൽ അതെന്താവൂല? ശർഇൽ ഹംദാവുകയില്ല. വഅസ്സനാഉ ബില്ലിസാനി അലാ ഖസ്ദി തഅലീമി, അലക്ക് മഹന്റെ മേലെ വെച്ചാൽ മതി. മഹ്മൂദിനെ ബഹുമാനിക്കൽ എന്ന കസുദോടുകൂടെ ആ ഹംദ് ചെയ്യുന്നത് സവാഉൻ തഅല്ലക ബിന്നിഅമത്തി ഔ ബിഗൈരിഹാ, അത് ഈ ഹംദ് ഒരു നിഅമത്തിനോട് ബന്ധിക്കട്ടെ എന്ന് പറഞ്ഞാൽ
ഈ ഹാമിദിന് എന്തെങ്കിലും ചെയ്ത് കൊടുത്തതിന്റെ മുക്കാബിലയിലായിട്ട് ഹംദ് ചെയ്യട്ടെ, ഔ ബിഗൈരിഹ നിഅമത്ത് അല്ലാത്തതിനോട് ബന്ധിക്കട്ടെ. അതായത് മഹ്മൂദിൽ ഒരു നല്ല ഒരു ജമീലായ ഇഖ്തിയാരിയായ ഒരു കാര്യം കണ്ടു. ഒരാൾ ഖുർആൻ ഇങ്ങനെ ഓതുകയാണ്. അപ്പോ അൽഹംദുലില്ലാഹ് അയാളൊന്ന് ശ്രദ്ധിക്കുക, നല്ല ഉസ്താദാണ്, പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം. അപ്പോൾ നിഅമത്തിനോട് ബന്ധിക്കട്ടെ, അല്ലാതെയാവട്ടെ. ഇതാണ് ഹംദ്. വശുക്റു കിതാബ് വശുക്റു ഫിഇലുൻ യുംബിഉ അൻ തഅലീമിൽ മുൻഇമി ലികൗനിഹി മുൻഇമാ. ശുക്ർ എന്ന് പറഞ്ഞാൽ ഫിഇലുൻ, അതൊരു ഫിഇലാകുന്നു. യുംബിഉ, ആ ഫിഇൽ അറിയിക്കും, അൻ തഅലീമിൽ മുൻഇമി, നിഅമത്ത് ചെയ്തു കൊടുത്തവനെ ബഹുമാനിക്കലിന്റെ മേൽ അറിയിക്കും. അപ്പൊ ഹംദ് ലികൗനിഹി മുൻഇമാ, ഈ മുൻഇമായതിനു വേണ്ടി അവനെ ബഹുമാനിക്കാം. അപ്പോൾ ശുക്ർ എന്താവണം? നിഅമത്തിനോട് ബന്ധിക്കുക തന്നെ വേണം. കിതാബ് തുടരുകയാണ്. അൽഹംദുലില്ലാഹ് അൽഹംദു അൽഹംദു വ അസ്സനാഉ ബിൽ ലിസാനി അലാ ഖസ്ദി തഅലീമി സവാഉൻ തഅല്ലക ബിൻ നിഅമത്തി ഔ ബിഗൈരിഹാ വശുക്റു ഫിഇലുൻ, ശുക്ർ ഒരു ഫിഇലാണ്. യുംബിഉ, ആ ഫിഇൽ അറിയിക്കും, അൻ തഅലീമിൽ മുൻഇമി, ഒരു മുൻഇമിനെ അനുഗ്രഹം ചെയ്തു കൊടുത്തവനെ ബഹുമാനിക്കലിന്റെ മേൽ, ലികൗനിഹി മുൻഇമാ, അവൻ മുൻഇമായതിനു വേണ്ടി. സവാഉൻ കാന, ആ ഫിഇൽ ബിൽ ലിസാനി, നാവ് കൊണ്ടുണ്ടാവട്ടെ, ഔ ബിൽ ജനാനി, അല്ലെങ്കിൽ ഹൃദയം കൊണ്ടുണ്ടാവട്ടെ, ഔ ബിൽ അർക്കാനി, അല്ലെങ്കിൽ എന്തുകൊണ്ടുണ്ടാവട്ടെ? അർക്കാൻ കൊണ്ടുണ്ടാവട്ടെ. ഏതുകൊണ്ടുണ്ടായാലും വേണ്ടിയില്ല. ഇതാണെന്ത്? അപ്പൊ ഹൃദയമാവാം, ലിസാനാവാം, അർക്കാനാവാം. ഫമൗരിദുൽ ഹംദി ലാ യകൂനു ഇല്ലൽ ലിസാൻ. ഹംദിന്റെ മൗരിദ് നാവല്ലാതെ ആവൂല, കാരണം അസ്സനാഉ ബിൽ ലിസാനിനാണ്. ഓ മുത്തഅല്ലഖുഹു, ഹംദിന്റെ മുത്തഅല്ലഖ് എന്താണ്? യകൂനു നിഅമത്ത വഗൈറഹ, അത് നിഅമത്തും ആവാം, നിഅമത്ത് അല്ലാത്തതും ആവാം. അപ്പോൾ എന്തായി? ഓ മുത്തഅല്ലഖു ശുക്രി, ശുക്രിന്റെ മുത്തഅല്ലഖ് ലാ യകൂനു ഇല്ല നിഅമത്ത, അത് നിഅമത്തല്ലാതെയാവൂല. വ മൗരിദുഹു യകൂനു ലിസാന, ശുക്രിന്റെ മൗരിദ് അത് വരുന്ന സ്ഥലം അത് നാവും ആവാം. യകൂനു ലിസാന വഗൈറഹു, നാവും അല്ലാത്തതാവാം. ഫൽ ഹംദു അഅമ്മു മിന ശുക്രി, ഹംദ് ശുക്രിനേക്കാൾ അഹമാണ്. എങ്ങനെ ശുക്രിനേക്കാൾ അഹമാകുന്നത്? ബിഇത്തിബാരിൽ മുത്തഅല്ലഖി, മുത്തഅല്ലഖിനെ ഇത്തിബാർ ചെയ്തിട്ട്. കാരണം ഹംദിന്റെ മുത്തഅല്ലഖ് നിഅമത്തും നിഅമത്തല്ലാത്തതുമാവാം. ഇവിടെ ഈ അമ്മിനെ പറ്റി ഇസ്മു തഫ്ളീലിന്റെ സീഗ പറഞ്ഞതിൽ ചർച്ചകളുണ്ട്, അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. ഒന്നിരിക്കൽ തഫ്ളീലിന്റെ മാനാണ് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ശുക്രിലേക്ക് നോക്കിയിട്ട്. കാരണം ശുക്രും ഒരു നിലക്ക് ആമാണല്ലോ, അതാ പറയുന്നുണ്ട്. അപ്പോ ഫൽ ഹംദു അഅമ്മു മിന ശുക്രി ബിഇത്തിബാരിൽ മുത്തഅല്ലഖ്, മുത്തഅല്ലഖിനെ ഇത്തിബാർ ചെയ്തിട്ട് ശുക്രിനേക്കാൾ അഅമ്മാണ്. വ അഖസ്സു ബിഇത്തിബാരിൽ മൗരിദി, മൗരിദിനെ ഇത്തിബാർ ചെയ്യലുകൊണ്ട് ഹംദ് ഖാസമാണ്. കാരണം നാവി കൊണ്ട് മാത്രമേ ഹംദ് ഉണ്ടാവുകയുള്ളൂ. വശുക്റു ബിൽ അക്സി, ശുക്റിന്റെ മൗരിദ് 3 അപ്പൊ മൗരിദ് നോക്കിയിട്ട് ശുക്റാണ് ആമ്. അപ്പോ ഇസ്മു തഫ്ളീലിന്റെ മാന വെക്കുന്നത് ശുക്ർ അതിന്റെ മൗരിദിൽ ആമായതിനേക്കാൾ കൂടുതൽ അഅമ്മ് എന്നാണ്. ഹംദ് അതിന്റെ മുത്തഅല്ലഖിലാണ് എന്നും വെക്കാം. വശുക്റു ബിൽ അക്സി, ശുക്ർ അക്സ് കൊണ്ടുമാണ്. അവിടെ നിൽക്കട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.